ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. വി.ഡി. സതീശൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരാണ് ഇടപെടുന്നത്? അദ്ദേഹം ഏതെങ്കിലും ഏജൻസിയെ ഇടപെടാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടോ? ഇനി അദ്ദേഹത്തിൻ്റെ അകത്ത് യാതൊരു മനസ്സറിവും ഇല്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സെൻസറിങ് പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ മെറ്റയോട് പറയണം. ജോൺ ബ്രിട്ടാസ് MP ആണ് ഒപ്പമുള്ളത്. ശരിക്ക് അങ്ങ് ലുങ്കിവാലയ്ക്കെതിരെ ഒരു നോട്ടീസ് കൊടുത്തു. ഇപ്പോൾ അങ്ങ് മതകീയമായ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് BJP MP ഒരു കൗണ്ടർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ചളുപ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പല രൂപത്തിലും പെരുമാറുമല്ലോ. ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്, എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെയുള്ള സഭാരേഖയിലുണ്ടെന്ന് വെച്ചാൽ എന്നെയാണല്ലോ അവർ വിളിച്ചത്. അവർ സ്വന്തം ഇരിപ്പിടത്തിൽ പോലും അല്ല, അവരെവിടെയോ ഇരിക്കേണ്ട ആൾ വന്ന് എൻ്റെ പുറകെ ഇരുന്ന് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ ആൾ അവർ പലതും വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നോട്ടീസ് കൊടുത്തു. അത് സംബന്ധിച്ച് ചെയർമാൻ്റെ റൂളിംഗ് വന്നു. അതിനുശേഷം നിന്ന് പിഴയ്ക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളാണ് അവർ ചെയ്യട്ടെ എന്ന് നമ്മൾ ആര് പറഞ്ഞില്ല. അവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. സാറേ, ഇതിൽ ഇപ്പോൾ നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രധാന വാർത്തകൾ V.D. സതീശനോ സർക്കാരിനോ എതിരെയാണെങ്കിൽ മെറ്റയിൽ നിന്ന്, പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കുന്ന നടപടി ഉണ്ടാവുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് സംബന്ധിച്ചൊരു കത്ത് ഞാൻ മെറ്റയ്ക്ക് അയക്കാൻ പോവുകയാണ്. അതുപോലെ IT മന്ത്രിക്കും അയക്കാൻ പോവുകയാണ്. ഇത് അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന സെൻസറിനേക്കാളും വലിയ സെൻസറാണ് നടക്കുന്നത്. ഒന്നേ ഉള്ളൂ, ലെഗസി മാധ്യമങ്ങൾക്ക് പകരം ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഈ സെൻസറിങ് നടക്കുന്നത്. V.D. സതീശൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരാണ് ഇടപെടുന്നത്? അദ്ദേഹം ഏതെങ്കിലും ഏജൻസിയെ ഇടപെടാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടോ? ഇനി അദ്ദേഹത്തിൻ്റെ അകത്ത് യാതൊരു മനസ്സറിവും ഇല്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സെൻസറിങ് പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ മെറ്റയോട് പറയണം. മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര മന്ത്രാലയത്തിന് കത്തെഴുതണം. അത് ചെയ്താൽ മാത്രമല്ലേ അദ്ദേഹമാണ് കേരളത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ആദ്യത്തെ ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാത്തത്? മാത്രമല്ല, ഈ നീക്കം ചെയ്യപ്പെടുന്ന പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന വിമർശനമാണ്. ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏത് രൂപത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ നീങ്ങുന്നത്? ഇത് എവിടേക്കാണ് നമ്മളെ എത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി. ദേശീയ തലത്തിലൊക്കെ നമ്മൾ കാണുന്നതിന് സമാനമായ ഒരു അനുഭവമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഇവിടെ യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ ഈ മോഡിയും വീഡിയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ നേർത്തില്ലാതാകുന്നത് പോലെയാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ മെറ്റയെ ഭയപ്പെടുത്തി പ്രീണിപ്പിച്ച്, ബിസിനസ്സാണല്ലോ അത്, പ്രീണിപ്പിച്ചത്. ഇപ്പോൾ സ്വകാര്യ വിദേശ കമ്പനിയല്ലേ, അവർക്ക് ലാഭമല്ലേ പ്രധാനപ്പെട്ടത്. അവരെ ഭയപ്പെടുത്തിയും പ്രീണിപ്പിച്ചും ചെയ്യുന്ന ഒരു പരിപാടിയുടെ മറ്റൊരു അനുബന്ധമായിട്ട് വേണം ഈ കേരളത്തിൽ നടക്കുന്നതിനെ കാണാൻ. അതുകൊണ്ടാണ് ആരെങ്കിലും മോഡിക്കും വീഡിക്കും ഇടയിലുള്ള ഈ അകലം കുറഞ്ഞു വരുന്നു എന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു.